നമുക്ക് ഏത് ഗ്രൂപ്പിൽ നിന്നാണ് കൂടുതലായിട്ട് ശല്യം, നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ബുദ്ധിമുട്ട് തോന്നിച്ചെങ്കിൽ ആ ഗ്രൂപ്പ് മാത്രമായിട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ ഓഫാക്കുന്ന ഒരു മെത്തേഡാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ ഫേസ്ബുക്ക് ഓപ്പൺ ആക്കുക. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള റൈറ്റ് സൈഡിൽ വരുന്ന നമ്മളുടെ പ്രൊഫൈൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സർവീസ് അതല്ലെങ്കിൽ സെയിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആയിട്ടല്ല. സോ ഇന്ന് മുതൽ നമ്മളുടെ ചാനലിൽ പുതിയൊരു ടോപ്പിക് കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ചാനലിൽ മിക്ക വീഡിയോസുകളും സർവീസും കൂടുതലായിട്ട് സെയിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുകളാണ്. മേ ബി മിക്ക ആളുകളും ഇതുപോലുള്ള വീഡിയോസുകൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. അതുകൊണ്ട് നമ്മളുടെ സബ്സ്ക്രൈബ് കൗണ്ട് കൂടുന്നില്ല. നമ്മളുടെ വീഡിയോസുകൾ കാണുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ കാണുന്നത്. സോ അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ മൊബൈൽ ടിപ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയൊരു സെഗ്മെൻറ്റ് കൂടി നമ്മളെ ചാനലിൽ ആഡ് ചെയ്യാണ്. എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂഷ്വലായിട്ട് ഉപയോഗിക്കുന്ന നമ്മളെ മൊബൈൽ ആപ്ലിക്കേഷൻ, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുകൾ, അതുപോലെ തന്നെ വർഷങ്ങളായിട്ട് ഫേസ്ബുക്ക്, വാട്സപ്പ്, യൂട്യൂബ്, ടെലിഗ്രാം, ഇൻസ്റ്റഗ്രാം ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അതിലുള്ള ചെറിയ ഫീച്ചർ പോലും അറിയാതെ ആളുകൾ ഉപയോഗിക്കണം. ഈവൻ ഫേസ്ബുക്ക് വീഡിയോസ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യുക, യൂട്യൂബ് വീഡിയോസ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യുക, ടെലിഗ്രാം വീഡിയോസ് ഡൗൺലോഡ് ചെയ്തതിൻ്റെ ലൊക്കേഷൻ എവിടെ കിടക്കുന്നത്, അതുപോലെ തന്നെ നമ്മൾ യൂസ്വലായിട്ട് ഉപയോഗിക്കുന്ന വാട്സപ്പിൽ പോലും ഫീച്ചറുകൾ അറിയാത്ത കുറേ ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു ഫേസ്ബുക്ക് പ്രോപ്പറായിട്ട് ഫേസ്ബുക്കിലുള്ള വീഡിയോസ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയുന്നവർ ഉണ്ടാവും. അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, നമ്മളെല്ലാവരും അല്ല ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ അങ്ങനെയുള്ള എല്ലാ ഫീച്ചർ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സെഗ്മെൻറ്റാണ് കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ്. നമ്മൾ കമ്പ്യൂട്ടറുമായിട്ട് നമ്മൾ OS ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ ക്രാക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മൾ അങ്ങനെ എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു മൊത്തത്തിൽ നമ്മൾ എല്ലാതിൻ്റെയും ഒരു ട്രിക്സുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സെഗ്മെൻറ്റാണ്. അപ്പോൾ നമുക്ക് ഇതിലൂടെ നമുക്ക് സെയിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും അതുപോലെ തന്നെ സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകളൊന്നും എല്ലാവർക്കും ചിലപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൽ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് അങ്ങനെയുള്ള വീഡിയോസുകളൊക്കെ കാണുക. അതുകൊണ്ട് നമ്മളെ സബ്സ്ക്രൈബ് കൗണ്ട് കൂടുന്നില്ല, ഒരേ സ്റ്റേബിളായിട്ട് നിന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വീഡിയോസിനൊക്കെ നമുക്ക് നല്ലോണം വ്യൂസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ളത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉണ്ടാവണം. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് എങ്ങനെയാണ് ആഡ്സൻസുമായിട്ട് ലിങ്ക് ചെയ്യുക, ഫേസ്ബുക്ക് വഴി നമുക്ക് എങ്ങനെയാണ് പൈസ സമ്പാദിക്കുക, അതുപോലെ യൂട്യൂബ് എങ്ങനെ മോണിറ്റൈസേഷൻ ചെയ്യുക, യൂട്യൂബ് വഴി നമുക്ക് എങ്ങനെ പൈസ സമ്പാദിക്കുക, അങ്ങനെയുള്ളതിനെ കുറിച്ചിട്ടുള്ള A to Z നമുക്ക് എല്ലാ രീതിയിലും അത് നമുക്ക് സ്റ്റെപ്പ് 1 by 1 ആയിട്ട് നമുക്ക് ഓരോ വീഡിയോസും നമുക്ക് ഉൾപ്പെടുത്താം. അപ്പോൾ എന്ന് കരുതിയിട്ട് നമ്മൾ കൂടുതലായിട്ടും ഇതിൽ തന്നെ ഫോക്കസ് ചെയ്യുന്നതല്ല. നമ്മൾ സർവീസ് റിലേറ്റഡ് ആയിട്ടും സെയിൽസ് റിലേറ്റഡ് ആയിട്ട് വീഡിയോസും നമ്മൾ ചെയ്യും. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെയുള്ള മൊബൈൽ ടിപ്പും കമ്പ്യൂട്ടർ ടിപ്പുകളൊക്കെ ആയിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ വീഡിയോസ് ആയിട്ട് വരും. അപ്പോൾ എന്തായാലും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ പുതിയ ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ആദ്യം ഫേസ്ബുക്കിൽ നിന്ന് വീഡിയോസ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യാമെന്ന് കാണിക്കുക. അപ്പോൾ ഞാൻ ഒരു കുറച്ച് വർഷങ്ങളായിട്ട് ചെയ്തു വരുന്ന ഒരു മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത്. ഫേസ്ബുക്കിൽ നിന്ന് വീഡിയോ ഡൗൺലോഡ് ചെയ്യാൻ കുറേ മെത്തേഡുകളുണ്ട്. നമുക്ക് അതിൻ്റെ URL കോപ്പി പേസ്റ്റ് ചെയ്ത് ഒരു വെബ്സൈറ്റിലോ അല്ലെങ്കിൽ നമുക്ക് തേർഡ് പാർട്ടി ആപ്ലിക്കേഷനോ വെച്ചിട്ട് നമ്മളത് പേസ്റ്റ് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യുന്ന രീതിയുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നുമല്ല. അപ്പോൾ ഇതുപോലുള്ള മെത്തേഡുകൾ നിങ്ങൾ ഉപയോഗിക്കുന്ന, നിങ്ങൾ ഏത് രീതിയിലാണ് ഫേസ്ബുക്കിൽ നിന്ന് വീഡിയോസ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ ഏത് രീതിയിലാണ് ചെയ്യുന്നുള്ളത് ഞാൻ കാണിക്കുക. അതുപോലെ തന്നെ ഫേസ്ബുക്കിൻ്റെ 1-2 ഫീച്ചർ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്താം. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ യൂസ്വലായിട്ട് ചെയ്യുന്ന മെത്തേഡുകൾ മാത്രമുള്ളൂ ഞാൻ കാണിക്കുന്നത്. പറയാൻ നിൽക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ടും ഒരു 10 മണിക്കൂർ കൊണ്ടും നമുക്കൊരിക്കലും ഫേസ്ബുക്കിൻ്റെ ഫീച്ചറും കാര്യങ്ങളൊന്നും പറഞ്ഞു തീർക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പറയുന്ന രീതിയിൽ നമുക്ക് എങ്ങനെയാണ് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഫോട്ടോസ്, നമ്മുടെ ഫോണിലുള്ള ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമുക്ക് ഫേസ്ബുക്കിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് അത് പബ്ലിക്കിൽ കാണാത്ത രീതിയിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മളുടെ ഗ്രൂപ്പ്, ഫേസ്ബുക്ക് ഗ്രൂപ്പിലുള്ള നോട്ടിഫിക്കേഷൻ എങ്ങനെയാണ് എനേബിൾ ഉള്ളത് ഡിസേബിൾ ചെയ്യുക, അങ്ങനെയുള്ള 1-2 കാര്യങ്ങൾ. നമുക്ക് ആവശ്യമില്ലാതെ നമ്മൾ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളുണ്ടാവും, ചിലപ്പോൾ 1 ലക്ഷം 2 ലക്ഷം മെമ്പേഴ്സുള്ള ഗ്രൂപ്പുകളാവും. അപ്പോൾ അതിൽ നിന്നൊക്കെ വരുന്ന നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് ശല്യമായിട്ട് വരാറുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് നമ്മൾ ഫേസ്ബുക്കിൻ്റെയും അതുപോലെ തന്നെ ഫോണിൻ്റെയും നോട്ടിഫിക്കേഷനിൽ നമ്മൾ മൊത്തമായിട്ട് നമ്മൾ ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം ഫേസ്ബുക്കിൽ നിന്ന് വരുന്ന നോട്ടിഫിക്കേഷനും കാര്യങ്ങളും കാണില്ല. അപ്പോൾ നമുക്ക് ഏത് ഗ്രൂപ്പിൽ നിന്നാണ് കൂടുതലായിട്ട് വരുന്നതെങ്കിൽ ആ ഗ്രൂപ്പ് മാത്രം നമുക്ക് ഡിസേബിൾ ചെയ്തിടാം. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്നൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം.
അപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ നിന്ന് വീഡിയോസ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യും, ഞാൻ ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത്. കുറേ മെത്തേഡുകളുണ്ട്. അത് ഞാൻ സിമ്പിളായിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ ഡൗൺലോഡ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത്. ഇത് ആർക്കും അറിയില്ല എന്നല്ലാട്ടോ ഉദ്ദേശിച്ചത്. ഇത് വർഷങ്ങളായിട്ട് ഉള്ള ഒരു ഫീച്ചർ തന്നെയാണ്. ഇത് അറിയുന്നവരുണ്ടാവും. അപ്പോൾ അറിയുന്നവരാരും പുലികളാരും വന്നിട്ട് കമൻറ്റ് ചെയ്യരുത്. ഇത് അറിയാത്തവരെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാണിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഹോം പേജിൽ ഞാൻ ഒരു 3 ഫേസ്ബുക്കിൻ്റെ ഒരു ആപ്ലിക്കേഷൻ കൂടെ കാണാം. അതെന്താ സംഭവം എന്നുള്ളത് ഞാൻ വഴിയെ പറയാം. അപ്പോൾ ഞാനൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി. അപ്പോൾ ഓപ്പൺ ആക്കിയപ്പോൾ തന്നെ നമുക്കിവിടെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് വീഡിയോ ഓട്ടോ പ്ലേ ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും അതുപോലെ അനുഭവപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് എങ്ങനെയാണ് ഓഫ് ചെയ്യുക? അതിലൂടെ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ മൊബൈൽ ഡാറ്റ തീരുന്നത് ഒന്ന് ഇൻസ്റ്റഗ്രാം വീഡിയോസും ഒന്ന് ഫേസ്ബുക്ക് വീഡിയോസാണ്. യൂട്യൂബ് നമുക്ക് അത്രക്ക് അങ്ങോട്ട് നമുക്ക് മൊബൈൽ ഡാറ്റ അങ്ങനെ കമ്മിയാവില്ല. ഏറ്റവും കൂടുതൽ മൊബൈൽ ഡാറ്റ നഷ്ടപ്പെടുന്നത് ഫേസ്ബുക്കാണ്. അപ്പോൾ ഫേസ്ബുക്കിൽ നമ്മൾ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്ലേ ചെയ്യാതെ തന്നെ ചില വീഡിയോസുകൾ വർക്ക് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഓഫ് ചെയ്യുക എന്നുള്ളതൊക്കെ ഞാൻ വഴിയെ പറയാം. അപ്പോൾ ജസ്റ്റ് ഞാനൊരു വീഡിയോസ് ഡൗൺലോഡ് ചെയ്യാണ്. നമുക്ക് ഏത് വീഡിയോസ് വേണമെങ്കിലും നമുക്ക് ഡൗൺലോഡ് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റാറ്റസ് ആണെങ്കിലും നമുക്ക് റീൽസ് ആണെങ്കിലും ഏത് വീഡിയോസ് ആണെങ്കിലും ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് ഞാനിപ്പോൾ ഇവിടെ ഒരു വീഡിയോസ് ഇവിടെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനത് ജസ്റ്റ് ആ ഒരു 2 സെക്കൻഡ് ഞാൻ ആ വീഡിയോസ് ഞാനൊന്ന് ഹോൾഡ് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ വന്നിട്ടുണ്ട്, ഡൗൺലോഡ് വീഡിയോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ആ ഡൗൺലോഡ് വീഡിയോ എന്ന് കൊടുത്തു. അപ്പോൾ നമുക്കവിടെ മുകളിൽ വീഡിയോ ഫയൽ ഡൗൺലോഡായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ആ ഒരു വീഡിയോസ് ഞാൻ ഇവിടെ പ്ലേ ചെയ്തു. അപ്പോൾ ആ വീഡിയോസ് അവിടെ വന്നു. നമുക്ക് ഏത് സൈസുള്ള വീഡിയോസ് ആണെങ്കിലും നമുക്ക് ഇതുപോലെ ഡൗൺലോഡ് ചെയ്യാം. ഇനി ഞാനത് നമ്മളെ ഗാലറിയിൽ ആഡ് ആയിക്കണോ നോക്കാം. നമ്മളാ ഡൗൺലോഡ് ചെയ്തത് നിങ്ങളുടെ ഫോൺ എടുത്തിട്ട് ഞാൻ ചെയ്ത മെത്തേഡ് നോക്കാൻ വരട്ടെ. ഞാനത് ഏത് രീതിയിലാണ് ആ ഒരു മെത്തേഡ് വരിക എന്നുള്ളത് പറഞ്ഞിട്ടില്ല. അത് ഞാൻ വഴിയെ പറയാം. അപ്പോൾ ഞാൻ ഗാലറി ഓപ്പൺ ആക്കി. അപ്പോൾ ഇനി നമ്മൾ ആ ഡൗൺലോഡ് ചെയ്ത വീഡിയോ നമുക്ക് ഗാലറിയിൽ വന്നിക്കണോ നോക്കാം. അപ്പോൾ നമ്മളെ ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. നമ്മളെ ഫസ്റ്റിൽ തന്നെ ആ ഒരു വീഡിയോ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഞാൻ ഒരു വീഡിയോ കൂടി ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് കാണിക്കുക. ഇതിപ്പോൾ നമ്മൾ വീണ്ടും ഫേസ്ബുക്കിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. ഇതുപോലെ റീൽസ് വീഡിയോസാണ്. ഇത് ഞാൻ വീഡിയോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സെൻറ്ററിൽ ടച്ച് ചെയ്തു. ഓളി ഒന്ന് കുറക്കട്ടെ. ഈ വീഡിയോസ് ഞാൻ വർക്ക് ചെയ്തിരിക്കുന്ന സമയത്ത് സെൻറ്ററിൽ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചപ്പോൾ നമുക്കത് ഡൗൺലോഡ് ബട്ടൺ വന്നു. ഞാനിവിടെ ഡൗൺലോഡായി, അത് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു വീഡിയോസും നമ്മൾ ഡൗൺലോഡ് ചെയ്തു. അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോസ് നമുക്ക് ഗാലറിയിൽ വന്നിക്കണോ നോക്കാം. അപ്പോൾ ആ ഒരു വീഡിയോസ് നമുക്കിവിടെ ഗാലറിയിൽ വന്നതായിട്ട് കാണുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ഇവിടുന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പിലേക്കോ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു മെത്തേഡ് എങ്ങനെയാണ് നിങ്ങൾക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഇനി ഞാൻ തൊട്ടടുത്ത് നമ്മളെ 3 ആപ്ലിക്കേഷൻ കൂടെ കണ്ടല്ലോ. ഇത് നമ്മളെ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞിട്ട് സെൻറ്ററിൽ വരുന്നത് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷനാണ്. ഇതാവും മിക്ക ആളുകളുടെ ഫോണിലും ഉണ്ടാവുക. ഇതിൽ നമുക്ക് ജസ്റ്റ് അത് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് ഒന്നും കൂടി ഓപ്പൺ ആക്കുകയാണ്. അപ്പോൾ ഞാൻ ഓപ്പൺ ആക്കിയിട്ടുള്ളത് ഈ ഒരു വാട്സപ്പിലാണ്, ഈ ഒരു ഫേസ്ബുക്കാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ഡൗൺലോഡ് ചെയ്തത് ഞാൻ ഈ തൊട്ട് റൈറ്റ് സൈഡിലുള്ള പിന്നെ ഒരു വൈറ്റ് കളർ വരുന്ന എഫ് വരുന്നുണ്ടല്ലോ, പിന്നെ കോർണർ വൈറ്റ് കളർ വരുന്ന എഫാണ് ഞാൻ എടുത്തിട്ട് ഡൗൺലോഡ് ചെയ്തത്. ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ യൂഷ്വലായിട്ട് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഫേസ്ബുക്കാണ്. ഇതാണ് നിങ്ങളുടെയൊക്കെ ഫേസ്ബുക്ക് ഉണ്ടാകുക. ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾക്ക് പ്ലേ ചെയ്യാതെ തന്നെ ഇവിടെ വീഡിയോസ് നമുക്ക് ഓട്ടോ പ്ലേ ആയിട്ട് വരുന്നുണ്ട്. ഇതെന്തായാലും നിങ്ങൾ ഓഫ് ചെയ്ത് തരണം. ഇതിപ്പോൾ ഞാനിവിടെ വൈഫൈ ആയതുകൊണ്ട് എനിക്കത്ര വിഷയമല്ല. അത് നമ്മൾ മൊബൈൽ ഡാറ്റ ആണെങ്കിൽ നമ്മൾ മൊബൈൽ ഡാറ്റ തീരാൻ പെട്ടെന്ന് ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ ഓഫ് ചെയ്യണത് ഞാൻ എന്തായാലും കാണിക്കാം. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇവിടെ ഒരു വീഡിയോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വീഡിയോ ഞാനിവിടെ പിന്നെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു മെത്തേഡാണ് വരുന്നത്. മറിച്ച് നമുക്ക് നേരത്തെ ഞാൻ കാണിച്ച മെത്തേഡിൽ നമുക്ക് അവിടെ ഡൗൺലോഡ് വീഡിയോ എന്ന് കാണിക്കും. ഞാൻ അതൊന്നും കൂടി കാണിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം എടുത്തിട്ടുള്ള ഫേസ്ബുക്ക് ഞാൻ ഒന്നുകൂടി ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഞാനത് ഒന്നുകൂടി ഇങ്ങനെ സ്ക്രോൾ ചെയ്യുകയാണ്. ഇവിടെ ഒരു വീഡിയോ പ്ലേ ആയിട്ടുണ്ട്. ആ വീഡിയോ വേണ്ട നമുക്ക് വേറൊരു വീഡിയോ നോക്കാം. ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് സെൻറ്ററിൽ തൊട്ട് ഒരു 2 സെക്കൻഡ് തൊട്ടപ്പോൾ നമുക്ക് ഡൗൺലോഡ് വീഡിയോ എന്ന് വന്നു. ഞാൻ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തു. ഇവിടെ ഡൗൺലോഡ് വന്നു. ഇവിടെ ഡൗൺലോഡ് ഫിനിഷ് ആയിട്ടുണ്ട്. ഇവിടെ ഞാനത് ഓപ്പൺ ചെയ്തു. ഇവിടെ അത് വർക്കായി. അപ്പോൾ ഇത് നമ്മളെ ഗാലറിയിലും ഉണ്ടാവും. അപ്പോൾ
ഈ ഫേസ്ബുക്കിൽ എന്തുകൊണ്ട് വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇതിപ്പോൾ നമ്മളെ പ്ലേ സ്റ്റോറിൽ നിന്ന് എടുക്കുന്ന സാധാരണ കോമൺ ആയിട്ട് വരുന്ന ഫേസ്ബുക്കാണ്. ഇതിൽ നമുക്ക് ഇതുപോലെ വീഡിയോ വർക്ക് ചെയ്യുന്ന സമയത്ത് സെൻറ്ററിൽ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ വരുന്നില്ല. കണ്ടോ, ഇതിൽ നമുക്ക് കോപ്പി ലിങ്ക് എന്നാണ് വരുന്നത്. അതുപോലെ തന്നെ ഏത് പ്ലാറ്റ്ഫോമിലേക്കാണ് നമുക്ക് ഷെയർ ചെയ്യേണ്ടത് അതും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഫേസ്ബുക്ക് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് അറിയുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഇതിലുള്ള ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഫേസ്ബുക്ക് ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്യുകയാണ്. അത് അൺഇൻസ്റ്റാൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്റ്റെപ്പായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഞാനത് അൺഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഫേസ്ബുക്ക് എങ്ങനെയാണ് ഇനി ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്രോം ഓപ്പൺ ആക്കുക. ഈ ക്രോം വഴി നമ്മൾ ഫേസ്ബുക്ക് ലോഗിൻ ചെയ്തിട്ട് ഒരു വട്ടം ലോഗിൻ ചെയ്താൽ മതി. ഞാൻ ഇവിടെ ലോഗിൻ ചെയ്തുകൊണ്ടാണ് എൻ്റെ ഫേസ്ബുക്ക് യൂട്യൂബൊക്കെ ഞാൻ ക്രോം വഴി നമ്മൾ എന്ത് യൂട്യൂബ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും നമുക്ക് ഫുള്ള് ഫീച്ചറും ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ക്രോം വഴി തന്നെ ഉപയോഗിക്കണം. നിങ്ങളൊരു യൂട്യൂബ് ചാനൽ നടത്തിക്കൊണ്ടുവന്ന ആളാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും യൂട്യൂബ് ഇതുപോലത്തെ യൂട്യൂബിൻ്റെ നമ്മളൊരു ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, ആ ഒരു ആപ്ലിക്കേഷനിൽ നമുക്കൊരു പകുതി വരെയുള്ള ഒരു ഫീച്ചറുള്ളൂ നമുക്ക് അതിൽ കിട്ടുക. ഇനി അത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ വൈറ്റ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. ബട്ട് ഇതുപോലെ നിങ്ങൾ ക്രോം വഴി യൂട്യൂബ് ഫേസ്ബുക്കൊക്കെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് A to Z യൂട്യൂബിൻ്റെ ഫീച്ചർ കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഫേസ്ബുക്കും. അപ്പോൾ നിങ്ങൾ ഒരു വട്ടം ഫേസ്ബുക്ക് ഇതുപോലെ ലോഗിൻ ചെയ്യുക. അത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു ഫേസ്ബുക്ക് അവിടെ അൺഇൻസ്റ്റാൾ ചെയ്തിരുന്നല്ലോ, അതെങ്ങനെ വരുത്തുക എന്നുള്ളത് ഞാനിവിടെ കാണിക്കാം. അപ്പോൾ ഞാൻ ക്രോം തന്നെ ഓപ്പൺ ചെയ്തു. ക്രോം ഓപ്പൺ ചെയ്തിട്ട് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് ഓപ്പൺ ആക്കി. ഫേസ്ബുക്ക് ഓപ്പൺ ആക്കിയതിന് ശേഷം ഏറ്റവും മുകളിൽ 3 ഡോട്ട് കാണുന്നുണ്ടല്ലോ, ആ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് താഴെ ഒരു ഓപ്ഷൻ കാണാം, ആഡ് ടു ഹോം സ്ക്രീൻ എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ എന്നുള്ളൊരു ഓപ്ഷൻ വരും. അത് നമ്മൾ ജസ്റ്റ് ഇൻസ്റ്റാൾ കൊടുക്കുക. അപ്പോൾ അത് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു. ഇനി നമ്മുടെ ഹോം സ്ക്രീനിൽ നിന്ന് പോയി നോക്കി കഴിഞ്ഞാൽ നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്ത ഫേസ്ബുക്ക് അവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ വരുന്ന റീൽസ് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ആക്കുക. ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്ലേ സ്റ്റോറിൽ നിന്ന് എടുത്തിട്ടുള്ള നമ്മൾ യൂസ്വലായിട്ട് ഉപയോഗിക്കുന്ന ഫേസ്ബുക്കാണ് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഇതിലുള്ള വീഡിയോസ് നമുക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നുള്ളത് ഒന്നും കൂടി ഞാൻ കാണിക്കാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു വീഡിയോസ് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനത് ജസ്റ്റ് 2 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിച്ചു. അപ്പോൾ ഈ ഹോൾഡ് ചെയ്ത് പിടിക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ വരും. അതിൽ കോപ്പി ലിങ്ക് എന്നുള്ളൊരു ഓപ്ഷൻ വരും. അത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ മിനിമൈസ് ചെയ്യുക. നമ്മൾ ക്രോം ഓപ്പൺ ആക്കുക. ക്രോം ഓപ്പൺ ആക്കിയതിന് ശേഷം ഏറ്റവും മുകളിലത്തെ സെർച്ച് URL നമ്മൾ അവിടെ പോയിട്ട് ഇത് പേസ്റ്റ് ചെയ്യുക. ഇത് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്തിൽ ഒരു ഗ്രീൻ കളറിലൊരു ലിങ്ക് കാണും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ മുന്നേ കോപ്പി ചെയ്തിട്ടുള്ള വീഡിയോസ് ഇവിടെ കാണും. ഇനി ഇതിൽ നമ്മൾ സെൻറ്ററിൽ എവിടെയെങ്കിലും സ്ക്രീനിൽ എവിടെയെങ്കിലും 2 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് വീഡിയോ എന്ന് കാണിക്കും. അപ്പോൾ നമുക്കത് ഡൗൺലോഡായി. അപ്പോൾ ഈ ഒരു മെത്തേഡിലും നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് തൊട്ടടുത്തിട്ടുള്ള ഫേസ്ബുക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഉപയോഗിക്കുന്ന ഫേസ്ബുക്ക് ആണെങ്കിലും ഇതിൽ നമ്മൾ കാണുന്ന വീഡിയോസുകൾ ജസ്റ്റ് നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിക്കുക. 2 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പോൾ ഇതുപോലൊരു ഓപ്ഷനാണ് വരിക. ജസ്റ്റ് കോപ്പി ലിങ്ക് കൊടുക്കുക. നമ്മൾ നേരെ ക്രോം ഓപ്പൺ ആക്കുക. ക്രോം ഓപ്പൺ ആക്കിയതിന് ശേഷം സെർച്ച് ബാറിനകത്ത് 2 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പോൾ പേസ്റ്റ് എന്ന് കാണും. അതിൽ പേസ്റ്റ് ചെയ്യുക. ആ ഗ്രീൻ കളറിൽ കാണുന്നത് നമ്മൾ ഓപ്പൺ ആക്കുക. അപ്പോൾ നമ്മളവിടെ കണ്ട വീഡിയോസ് ഇവിടെ കണ്ടു. ഇത് നമ്മൾ സെൻറ്ററിൽ എവിടെയെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഡൗൺലോഡ് എന്ന് വരും. ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഇതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്രോമിൽ ഒരു വട്ടം നിങ്ങൾ ലോഗിൻ ചെയ്തിരിക്കണം നിങ്ങളുടെ ഫേസ്ബുക്ക്. അപ്പോൾ ഈ ഒരു മെത്തേഡാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ അടുത്തത് പരിചയപ്പെടാൻ പോകുന്നത് നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഓട്ടോപ്ലേ ആയിട്ട് വീഡിയോ വർക്കാവും. ചിലത് നമുക്ക് ഓഡിയോ വർക്കാവും, വീഡിയോ വർക്കാവും. അപ്പോൾ അതെങ്ങനെ ഓഫ് ചെയ്യാൻ നോക്കാം. ഇത് മിക്ക ആളുകൾക്കും അറിയുന്നതാണ്. എങ്കിൽ പോലും ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് ചില ആളുകളൊക്കെ എപ്പോഴും അറിയാത്ത ആളുകളുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ഓഫ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമ്മളെ ഫേസ്ബുക്ക് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ നമ്മളെ പ്രൊഫൈൽ ഐക്കൺ ഉണ്ടാകും റൈറ്റ് സൈഡിൽ കാണുന്നത്. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ വരും. തൊട്ട് താഴെ പ്രൈവസി എന്ന് വരും. ചിലത് സെറ്റിങ്സ് ആൻഡ് പ്രൈവസി അങ്ങനെ തന്നെ വന്നിട്ടുള്ളത്. അതന്നെ എല്ലാത്തിലും വരിക.
അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് മുകളിൽ അതിൽ നമ്മൾ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ മീഡിയ എന്നൊരു ഓപ്ഷൻ വരും. മീഡിയ എന്നുള്ളൊരു ഓപ്ഷൻ വന്നത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിതിൽ എല്ലാതും അതിൽ കാണിച്ചിട്ടുണ്ടാവും. നമുക്കിവിടെ ഓട്ടോ പ്ലേ എന്നുള്ളത് നമുക്ക് മൊബൈൽ ഡാറ്റയിലും വൈഫൈയിലും നമുക്ക് വർക്കാവും. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി മൊബൈൽ ഡാറ്റയും വൈഫൈയിലും കൊടുത്തിട്ടുണ്ട്. എന്താ വെച്ചാൽ ഇവിടെ വൈഫൈ ഉണ്ടായത് കാരണമാണ് അത് ഓട്ടോമാറ്റിക്കായിട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ ഡാറ്റ ആണെങ്കിൽ നിങ്ങൾ ഏറ്റവും താഴെ നെവർ ഓട്ടോ പ്ലേ വീഡിയോ എന്നുള്ളത് ടിക്ക് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഫേസ്ബുക്ക് ഓപ്പൺ ആക്കി വരുമ്പോൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ആ ഓട്ടോമാറ്റിക്കായിട്ടുള്ള വർക്കിങ്ങുള്ളത് അവിടെ സ്റ്റോപ്പ് ആയിക്കോളും. പിന്നെ നിങ്ങൾ ഡാറ്റ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡാറ്റ സേവർ എന്നുള്ളൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ ഒരു ടിക്ക് കൊടുക്കുന്നത് ആ ചെക്കുകളിൽ അതൊന്ന് ടിക്ക് കൊടുക്കുക. അത് ടിക്ക് കൊടുക്കുന്നതോട് കൂടിയിട്ട് നമുക്ക് നമ്മളുടെ ഈ ഫേസ്ബുക്ക് നമ്മൾ ക്വാളിറ്റി കുറച്ച് കമ്മിയാവുന്നുള്ളൂ. നമ്മളെ മൊബൈൽ ഡാറ്റ സേവ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ എന്തായാലും അത് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഞാനിതിവിടെ കൊടുക്കുന്നത് ഞാൻ വൈഫൈ ആവുകൊണ്ട് ഇതന്നെ ടിക്ക് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്ക് ഓപ്പൺ ആക്കി വരുമ്പോൾ ഇതുപോലെ നിങ്ങൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേ ചെയ്യുന്നത് അവിടെ ഓഫ് ചെയ്യുക. അത്രേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എങ്ങനെയാണ് ഫേസ്ബുക്ക് വീഡിയോസ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളത് കണ്ടു. രണ്ടാമത് നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഫേസ്ബുക്കിലുള്ള വീഡിയോസുകൾ ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേ ചെയ്യുന്നത് എങ്ങനെ ഓഫ് ചെയ്യുക എന്നുള്ളത് പഠിച്ചു. മൂന്നാമത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഗ്രൂപ്പിൽ നമ്മളെ ഫേസ്ബുക്കിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഗ്രൂപ്പുകളിൽ നിന്ന് വരുന്ന മെസ്സേജുകൾ നോട്ടിഫിക്കേഷൻ എങ്ങനെ ഓഫ് ചെയ്യുക എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. ഇത് മിക്ക ആളുകൾക്കും അറിയാത്തൊരു പ്രോബ്ലമാണ്. ഇത് മിക്ക ആളുകൾ എന്താ ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ സെറ്റിങ്സിൽ നോട്ടിഫിക്കേഷനിൽ പോയിട്ട് അത് ഓഫാക്കും. അല്ലെങ്കിൽ ഇതുപോലെ ഫേസ്ബുക്കിൽ തന്നെ പോയിട്ട് സെറ്റിങ്സിൽ പോയിട്ട് നോട്ടിഫിക്കേഷൻ ഓഫാക്കും. അതിലെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് രീതിയിൽ വരുന്ന ഫേസ്ബുക്കിൽ വരുന്ന നോട്ടിഫിക്കേഷൻ അവിടെ ഓഫായി പോകും. നമുക്ക് ഏത് ഗ്രൂപ്പിൽ നിന്നാണ് കൂടുതലായിട്ട് ശല്യം, നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ബുദ്ധിമുട്ട് തോന്നിച്ചെങ്കിൽ ആ ഗ്രൂപ്പ് മാത്രമായിട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ ഓഫാക്കുന്ന ഒരു മെത്തേഡാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ ഫേസ്ബുക്ക് ഓപ്പൺ ആക്കുക. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള റൈറ്റ് സൈഡിൽ വരുന്ന നമ്മളുടെ പ്രൊഫൈൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. തൊട്ട് താഴെ നമുക്ക് ഗ്രൂപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അത് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്കിനോട് കൂടിയിട്ട് നമ്മളുടെ ഫോണിൽ സകല ഗ്രൂപ്പുകളും നമുക്ക് അവിടെ ഷോ ആയിട്ട് കാണിക്കും. ഞാൻ എൻ്റെ കൂടുതലായിട്ടും ഇവിടെ ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പുകളാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചില ഗ്രൂപ്പിൽ നമുക്ക് 2 ലക്ഷം 3 ലക്ഷം അതുപോലെ തന്നെ 40,000 50,000 ഒക്കെ വരുന്ന മെമ്പേഴ്സ് വരുന്ന ഗ്രൂപ്പുകളുണ്ട് ഇന്ത്യയിൽ. ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ഇപ്പോൾ ഈ ഒരു ഗ്രൂപ്പിൽ തന്നെ വരുന്നുണ്ട് 1,30,000 മെമ്പേഴ്സ് വരുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ ഇതിലൊക്കെ വരുന്ന മെമ്പേഴ്സ് വരുന്ന നമുക്ക് ആവശ്യമില്ലാത്ത മെസ്സേജ് നോട്ടിഫിക്കേഷൻ എങ്ങനെ ഓഫാക്കുക എന്നുള്ളത് നമ്മൾ ഏത് ഗ്രൂപ്പാണെങ്കിൽ ആ ഗ്രൂപ്പ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ആ ക്ലിക്ക് ചെയ്യുന്നതോട് കൂടിയിട്ട് തൊട്ട് മുകളിൽ തന്നെ ഒരു 3 ലൈന് സ്ട്രൈറ്റ് ആയിട്ട് കാണാം. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് വരിക. ഇത് വരുന്ന സമയത്ത് നമുക്കിവിടെ നോട്ടിഫിക്കേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട്. മാനേജ് നോട്ടിഫിക്കേഷൻ. ഇതിൽ നമ്മൾ പോയിട്ട് ഞാനത് ഓഫ് ചെയ്തിട്ടതാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഞാൻ ഈ രണ്ടാമത്തെ ഹൈലൈറ്റ് എന്നുള്ളത് മാത്രം സെലക്ട് കൊടുക്കുക. നമ്മൾ ചില മിക്ക ഫോണുകളിലും മാനുവലായിട്ട് ഈ മുകളിലത്തേലുണ്ടായിരിക്കുക ഓൾ എന്നുള്ളത് ഈ കാരം ഉണ്ടാവുക, ഓൾ പോസ്റ്റ് എന്ന ഈ കാരം. അപ്പോൾ ഇത് നമ്മൾ ഹൈലൈറ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്താ ഇതിൽ മനസ്സിലാക്കാൻ കഴിയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വരുന്ന ആവശ്യമില്ലാത്ത നോട്ടിഫിക്കേഷനും കാര്യങ്ങളും അവിടെ ഓഫായി കിടക്കും. അപ്പോൾ മിക്ക ആളുകളും എന്താ ചെയ്യാറെന്ന് വെച്ചാൽ ഇതുപോലെ ചെയ്യാറ്. നമുക്ക് നേരെ താഴെ വന്നു കഴിഞ്ഞാൽ പ്രൈവസി സെറ്റിങ്സിൽ പോയിട്ട് പ്രൈവസി സെറ്റിങ്സിൽ പോകും. ഇതിൽ പോയി കഴിഞ്ഞിട്ട് ഇതിലൊരു നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അത് ഓഫാക്കിയിടും. അത് ഓഫാക്കിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ഒരു ഓപ്ഷൻ കാണിക്കാം. നമ്മൾ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യും. അതിനുശേഷം നേരെ താഴത്തേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റിങ്സ് ഓപ്പൺ ആക്കും. സെറ്റിങ്സ് ഓപ്പൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. ഈ ഒരു നോട്ടിഫിക്കേഷൻ നമ്മൾ ഒരിക്കലും ഓഫാക്കിയിടരുത്. ഇത് ഓഫാക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മളെ ഫേസ്ബുക്കിൽ വരുന്ന സകല നോട്ടിഫിക്കേഷനും ഓഫായി പോകും. അപ്പോൾ നമുക്ക് ഏതാണ് ശല്യം എങ്കിൽ അത് മാത്രമായിട്ട് നമുക്ക് ഓഫ് ചെയ്തിടാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളൂ. നമുക്ക് ഇനിയും കൂടുതൽ കാര്യങ്ങളായിട്ട് ഇതിൽ ഫേസ്ബുക്കിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാണ്ട്. ഫേസ്ബുക്കിൽ നമ്മളെങ്ങനെയാണ് ആഡ്സൻസുമായിട്ട് ലിങ്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ പോസ്റ്റിലൂടെ നമുക്ക് എങ്ങനെയാണ് പൈസ കിട്ടുക, യൂട്യൂബ് മോണിറ്റേഷൻ എങ്ങനെ ചെയ്യുക, അങ്ങനെ വരും ദിവസങ്ങളിലൊക്കെ നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷനെ കുറിച്ചിട്ടും കമ്പ്യൂട്ടർ സംബന്ധമായിട്ടുള്ള ടിപ്സുകളെ കുറിച്ചിട്ടൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു ടെക്നോളജി റിലേറ്റഡ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.